ഉച്ചയൂണിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചോറിൻ്റെ കൂടെ ഒരു ഒഴിച്ചുകറിയും ഒരു മെഴുക്ക് വരട്ടിയും ഒരു ചമ്മന്തി ഒരച്ചാറും. പിന്നെ ഒഴിച്ചുകറിക്ക് നേന്ത്രപ്പഴം മോര് കാച്ചിയതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു മൺചട്ടിയിൽ ഈ നേന്ത്രപ്പഴം ഇട്ട് പിന്നെ അതിലേക്ക് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി വെന്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കാം. ഇനി എളുപ്പം നമുക്ക് മോര് കാച്ചിയതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തേങ്ങയുടെ ആവശ്യം വരുന്നില്ല. നേന്ത്രപ്പഴം വെന്ത് വരുമ്പോഴേ നന്നായി ഉടച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് എളുപ്പമാണ്, കാരണം ഇവിടെ തേങ്ങ അരപ്പൊന്നുമില്ല. അപ്പം തൈര് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി അതിലേക്ക് ആ തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ താളിച്ചിട്ടാൽ മതി. താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചിടാം. അങ്ങനെ മോര് കാച്ചിയത് റെഡിയായി. ഇനി അച്ചിങ്ങ മെഴുക്ക് വരട്ടിയാണ് അടുത്തത്. അപ്പോൾ അതിനായിട്ട് അച്ചിങ്ങ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അത് ചതച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഈ ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും എരിവിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് പിന്നെ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന അച്ചിങ്ങ ഉണ്ടല്ലോ, അച്ചിങ്ങയും കൂടി അതിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് മൂടി വേവിക്കുക. ഇടയ്ക്ക് മൂടിക തുറന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ചെയ്യുന്നത്, അതാണ് കൂടുതൽ രുചി. അപ്പോൾ ആവശ്യമെങ്കിൽ ഇടയ്ക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചമ്മന്തിയാണ് കേട്ടോ, അതായത് ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഉപ്പിലിട്ട നെല്ലിക്ക എടുത്തിട്ടുണ്ട്. തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, പിന്നെ എരിവിന് കുറച്ച് മുളക് പൊടി, വേണമെങ്കിൽ അല്പം ഉപ്പും, ഉപ്പിലിട്ട നെല്ലിക്കയാണല്ലോ അപ്പോൾ അത് നോക്കിയിട്ടുള്ള ഉപ്പും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്താൽ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി റെഡിയായി. അങ്ങനെ നമ്മുടെ ഉച്ചയൂണിനുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ലളിതമായ കറികളൊക്കെയാണ്. പിന്നെ അത് കൂടാണ്ട് മാങ്ങാച്ചാറും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഊണ് വിളമ്പാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്